ഹായ് വളരെ നമസ്കാരം. നമ്മളപ്പോൾ ഇന്ന് വേവ് ഒപ്റ്റിക്സിലെ പുതിയൊരു ടോപ്പിക്കായിട്ട്, അതായത് പുതിയതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസും. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സീരിയസ്ലി ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. അല്ലാതെ തന്നെ നമ്മൾക്കിനി പഠിക്കാൻ പോകുന്ന യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പീരിയൻ്റ് ആണെങ്കിലും സിംഗിൾ സ്ലിറ്റ് എക്സ്പീരിയൻ്റ് ആണെങ്കിലും എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം അറിഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു വലിയൊരു അത്യാവശ്യം എനിക്ക് തോന്നുന്നത് നല്ലൊരു ടൈമിങ്ങുള്ളൊരു വീഡിയോ തന്നെ ആയിരിക്കും. സോ അതുകൊണ്ട് ഇത് നല്ലോണം ലിസൺ ചെയ്ത് തന്നെ ഇരിക്കുക. ഓക്കെ, കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസും. ഇതിന് തൊട്ട് മുന്നേ ഉള്ള പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്ററിലെ, അതായത് വേവ് ഒപ്റ്റിക്സ് എന്ന ചാപ്റ്ററിലെ നമ്മൾ വേവ്സിനെ കുറിച്ച്, വേവിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കും. അതിൻ്റെ വേവ് ലെങ്ത്, ഫ്രീക്വൻസി, പിന്നെ ഫേസ് ഡിഫറൻസ്, പാത്ത് ഡിഫറൻസ്, ഇതൊക്കെ നിങ്ങൾ മേ ബി +1 പഠിച്ചിട്ടുള്ളതായിരിക്കാം. എന്നാലും നമ്മളതൊന്നുകൂടെ പറയും. അതിൽ നിന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ചെയ്യുന്നത്. അതിന് മുന്നേ ഉള്ളത് ആക്ച്വലി ഞാൻ ചെയ്തിട്ടില്ല, ബട്ട് ഐ വിൽ ഡെഫിനറ്റ്ലി ഡൂ ഇറ്റ്. പക്ഷേ ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് തുടങ്ങുന്നത്. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ പറയാൻ പോകുന്നത് കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എന്താണ്, ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എന്താണ്, അതിന് മുന്നേ ഇൻഡിഫറൻസ് എന്താണ്, അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ആ വാക്കിൽ നിന്ന് അർത്ഥം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ, അതായത് നമുക്ക് ആൾക്കാർ പറയുന്നത് മറ്റുള്ളവർ നമ്മുടെ കാര്യങ്ങൾ ഇൻ്റർഫിയർ ചെയ്യുന്നു എന്നൊക്കെ പറയും, അതല്ലേ? അതായത് കൈ കടത്തുന്നു, അല്ലെങ്കിൽ എന്താ, ഇൻവോൾവ് ചെയ്യുന്നു എന്നൊക്കെ പറയും, അല്ലേ? ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നത് വേവുകളെ കുറിച്ചായതുകൊണ്ട് തന്നെ വേവുകളുടെ ഇൻഡിഫറൻസിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ വേവുകൾ വന്ന് കൂട്ടി യോജിക്കുന്ന സ്ഥലത്തിനെ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇൻഡിഫറൻസ് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കല്ലെടുത്ത് ഒരു കുളത്തിൽ എറിയാമെന്ന് വിചാരിക്കാം. നിങ്ങളൊരു കല്ലെടുത്ത് ഒരു കുളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കൂടാ, അതിന് ചുറ്റിനും വേവ് പാറ്റേൺ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലേ? ഇതിങ്ങനെ വലുതായി ഫെയ്ഡായി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലേ? അതൊരു വേവാണ്. സീരിയസ്ലി ആ വെള്ളത്തിൽ വീഴുന്നത് എന്താണ്, അതൊരു വേവാണ്. അപ്പോൾ ഒരു കല്ലിട്ടപ്പോഴേക്കും ഇങ്ങനെ ഒരു വേവ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനടുത്ത് മറ്റൊരു കല്ല് കൂടി ഇടുവാണ്. ഓക്കെ, അപ്പോഴും അത് കുളത്തിൽ തന്നെയാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ആ വെള്ളത്തിൽ ഇടുമ്പോഴേക്കും സംഭവിക്കും, അവിടെയും ഒരു വേവ് ഉണ്ടാവുകയാണ്, അല്ലേ? ഈ വേവ്സ് തമ്മിൽ നോക്കിയടാ, ഒരു വേവ് ഉണ്ടായി, അതിന് ചുറ്റിന് വേറൊരു വേവ് ഉണ്ടായി, അല്ലേ? ആ വേവുകൾ തമ്മിൽ ഇൻ്ററാക്ട് ചെയ്യുന്നത് കണ്ടോ, അല്ലേ? ചില സ്ഥലങ്ങളിൽ ഇവന്മാർ വന്ന് കൂട്ടിമുട്ടുന്നത് കണ്ടോ, അത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ കൂട്ടിമുട്ടുന്നത് കണ്ടോ, അല്ലേ? ആ ഒരു ഇൻറ്ററാക്ഷൻ നമുക്ക് എന്തെന്ന് വിളിക്കാം, നമുക്ക് അവരെ ഇൻ്റർഫിയറൻസ് ഓഫ് വേവ്സ് എന്ന് വിളിക്കാം. ഏത് രണ്ട് വേവുകൾ തമ്മിൽ വന്ന് മുട്ടിയപ്പോൾ അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം, അതിനൊരു ഇൻറ്ററാക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് എന്ന് വിളിക്കാം, അല്ലേ? സൂപ്പർ ഇമ്പോസിഷൻ അല്ലെങ്കിൽ സൂപ്പർ പൊസിഷൻ എന്നൊക്കെ പല രീതിയിൽ ആൾക്കാർ പറയും അതിന്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇൻഡിഫറൻസ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇൻഡിഫറൻസ് ഓഫ് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, രണ്ട് വേവ്സ് ഉണ്ടായിരുന്നടാ, ആ രണ്ട് വേവ് വന്ന് കൂട്ടിമുട്ടുന്നു, അതിന് നമുക്ക് സിംപ്ലി എന്തെന്ന് വിളിക്കാം, ഇൻഡിഫറൻസ് എന്ന് വിളിക്കാം. ഇതിൽ നിന്നാണ് നമ്മൾ ബാക്കി കഥകൾ മൊത്തവും പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത് കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസിനെ കുറിച്ചാണ്. എന്താണ് കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ്, എന്താണ് ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ്? ഇതാണ് നമ്മളുടെ മെയിൻ കഥ എന്ന് പറഞ്ഞാൽ ഇതാണ് കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ്. ഇതൊന്നും നിങ്ങൾ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. നമ്മൾക്ക് ഡെയിലി മീൻസ് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. ഇപ്പം ഞാൻ പറഞ്ഞ ഈ കേസ് തന്നെ, അതായത് ഒരു വേവ്, ആ വേവ് ഇങ്ങനെ മര്യാദക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് വേറൊരു വേവ് വന്നത്, അല്ലേ? അപ്പോൾ രണ്ട് വേവ് ഇങ്ങനെ വരുന്നത് വിചാരിക്കുക. രണ്ട് വേവ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടാണ് രണ്ട് വേവ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യും, അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഏതർ ഒരാളുടെ പവർ കാരണം മറ്റേ ആൾ, അല്ലെങ്കിൽ ഒരാളുടെ വേവ് കാരണം മറ്റേ വേവിൻ്റെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിക്ക് ഒരു മാറ്റം വരും. അപ്പോൾ വേവിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ നമ്മൾ പറയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ് ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ച് പറയുമ്പോഴേക്കും ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് പറയാനാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു അഴ, അതായത് നമ്മൾ ഈ തുണിയൊക്കെ വിരിച്ചിടുന്ന ഒരു അഴ പോലെ നമ്മളൊരു റോപ്പ് കിട്ടുമല്ലോ. ഇപ്പോൾ റോപ്പ് ഞാൻ ഇങ്ങനെ കെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ റോപ്പിനെ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒറ്റടി അടിക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, അത് ആ റോപ്പിൽ ഒരു വേവ് ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും, അതൊരു വേവായിട്ട് ഇങ്ങനെ പോകും. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നതാണ്, അല്ലേ? ഞാനൊരു വൈബ്രേഷൻ കൊടുത്തപ്പോഴേക്കും എന്ത് സംഭവിച്ചു, അതിൻ്റെ കുറേ പാർട്ടിക്കിൾസ് മേലേക്കും താഴേക്കും പോകാൻ തുടങ്ങി, അല്ലേ? അടുത്ത ഇൻസ്റ്റൻറ്റിൽ ഇവൻ താഴെയുള്ളവൻ മേളിൽ പോകും, അല്ലേ? ഇങ്ങനെയായിരിക്കും പോകുന്നത്, അല്ലേ? അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ മാക്സിമം എത്രത്തോളം ഈ റോപ്പിന് വരാം, ഈ ഡിസ്റ്റൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ആംപ്ലിറ്റ്യൂഡ്.
ഒരു മീൻ പൊസിഷൻ, അതായത് ഇതായിരുന്നു അവൻ്റെ മീൻ പൊസിഷൻ. ആ മീൻ പൊസിഷനിൽ നിന്ന് എത്ര ഹൈറ്റിൽ വരെ പൊങ്ങിയിട്ട് അവന് മാക്സിമം എത്ര വരെ വരാം, അതിനെ നമുക്ക് എന്തെന്ന് സിമ്പിളായിട്ട് വിളിക്കാം, ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നതും ഇതേ ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ചാണ്. അതായത് 2 waves, 2 waves ആണ് ഇവിടെ ഞാൻ പറയാമോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതിയേക്കാം 2 waves having amplitudes A1 and A2. 2 വേവിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പം 2 waves having amplitudes A1 and A2 when met at a point with phase difference phi. അവരുടെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ്, ഇതൊക്കെ നമ്മൾ പറയൂട്ടോ. റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഇതാണ് റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 കോസ് ഫൈ. എടാ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ട്രയാങ്കിളിലോയും പാരലഗ്രാമിലോയും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, വെക്റ്റർ അഡീഷൻ പഠിച്ചിട്ടുണ്ടാവും. ആ വെക്റ്റർ അഡീഷൻ പഠിച്ചപ്പോഴേക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വെക്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് ചുമ്മാ വെറുതെ അങ്ങ് എടുത്ത് കൂട്ടാൻ പറ്റില്ല. ഈ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അവന്മാർക്ക് ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും ഉള്ളവരാണ്, അവരെ വെറുതെ കൂട്ടാൻ പറ്റില്ല, അവർക്ക് ട്രയാങ്കിളിലോയോ പാരലഗ്രാമിലോയോ യൂസ് ചെയ്യണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെയും 2 ആംപ്ലിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ അവർ വെക്റ്റേഴ്സാണ്. അതായത് ഇങ്ങനെ വരുന്ന 2 വേവ്സ് ആണെങ്കിൽ ഒരാൾ ഇവിടെ നിൽക്കുന്നു, മറ്റേ ആൾ താഴെ നിൽക്കുന്നു അല്ലേ, ഇവർ രണ്ടുപേരും 2 ഡയറക്ഷനാണ് അല്ലേ. അപ്പോൾ അവരുടെ ഡയറക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് തന്നെ അവർ വെക്റ്റേഴ്സായിട്ട് നമ്മൾ എടുക്കുന്നു. അങ്ങനെ 2 വെക്റ്റേഴ്സ് ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്സ് എങ്കിൽ ഇവന്മാർ തമ്മിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്താൽ അവരുടെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷനാണ് എന്താണ്, റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 കോസ് ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് കിട്ടണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഞാൻ പറയാൻ വേണം, ഇത്രയേ ഉള്ളൂ. ഇത് കേട്ടണം. ഇതാ 2 വേവ്, ഈ 2 വേവ് ഇങ്ങനെ വന്നു. ഇവന്മാർ 2 പേരും ഒരു പോയിന്റ് എത്തുമ്പോൾ ഒരേപോലെ വരുന്നു. സെയിം ഫേസിൽ ഇങ്ങനെ വരുമെന്ന് വിചാരിക്കുക. സെയിം ഫേസ് എന്താണ്, ഈ ഫേസ് എന്താണെന്നൊക്കെ ഞാൻ നല്ല സൂപ്പറായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഡോണ്ട് വറി. ഓക്കെ, ഇങ്ങനെ വന്നിട്ട് ഒരേ ഫേസിൽ വന്നു കഴിഞ്ഞാൽ ഇവൻ്റെ ആംപ്ലിറ്റ്യൂഡും കൂടെ ആഡപ്പ് ആവും. എങ്ങനെ? ഇവർ 2 പേരുടെ ആംപ്ലിറ്റ്യൂഡ്സ് തമ്മിൽ ആഡപ്പ് ആയിട്ട് അവിടെ ഒരു മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഫോം ചെയ്യും. അങ്ങനെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ഫോം ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എന്ന് വിളിക്കുന്നത് അല്ലേ. കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാർ 2 പേരും കൂടെ വന്നവിടെ കൺസ്ട്രക്റ്റീവ് ആണ്. അപ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എന്തായിരിക്കും, അവന്മാർ 2 കൂടെ വന്നിട്ട് അത് ഡിസ്ട്രോയ് ആയിപ്പോൾ. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. എങ്ങനെയായിരിക്കും? റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് മാത്രമല്ല, ഇവിടെ ഉണ്ടാകുന്ന വേവിൻ്റെ ഇൻറ്റൻസിറ്റിയും മാക്സിമം ആയിരിക്കും. അപ്പോൾ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡും മാക്സിമം ആണെങ്കിൽ, ഒരു പോയിന്റിൽ മാക്സിമം ആണെങ്കിൽ അവിടെ നടക്കുന്ന ഇൻ്റർഫറൻസ് എന്താണ്, കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആണ്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആണെങ്കിൽ ഇവർ മാക്സിമം ആണ്. ഇവർ മാക്സിമം ആണെന്നുണ്ടെങ്കിൽ അതായത് ഇൻറ്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡും മാക്സിമം ആണെങ്കിൽ, അപ്പോൾ ഇൻറ്റൻസിറ്റി ഇക്വേഷൻ ഉണ്ട്, എഴുതാം. ഇൻറ്റൻസിറ്റി IR is equal to I1 plus I2 plus 2 root I1 I2 cos phi. ഓക്കെ, ഇവന്മാർ 2 പേരും മാക്സിമം ആകണമെങ്കിൽ, ശ്രദ്ധിച്ചോണം, മാക്സിമം ആകണമെന്നുണ്ടെങ്കിൽ എന്താവണം ഇവിടുത്തെ കണ്ടീഷൻ അല്ലേ. ഈ കോസ് ഫൈയും സൈൻ തീറ്റയും അല്ലെങ്കിൽ കോസ് തീറ്റ സൈൻ തീറ്റയൊക്കെ കോസ് തീറ്റയും സൈൻ തീറ്റയൊക്കെ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ അവിടെ മാക്സിമം ആകണം എന്ന് പറഞ്ഞാൽ അവന്മാരുടെ വാല്യൂ മാക്സിമം ആകണം അല്ലേ. അപ്പോൾ ഇവിടെ കോസ് ഫൈ മാക്സിമം ആകണം. കോസ് ഫൈ മാക്സിമം ആകണമെന്നുണ്ടെങ്കിൽ കോസ് ഫൈയുടെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ കോസിൻ്റെ മാക്സിമം വാല്യൂ എത്രയാടാ, 1 ആണ്. കോസിൻ്റെ മിനിമം വാല്യൂ എത്രയാണ്, -1 ആണ്. അപ്പോൾ കോസിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ്. അപ്പോൾ തീറ്റയുടെ വാല്യൂ അല്ലെങ്കിൽ ഫൈയുടെ വാല്യൂ, ഇവിടുത്തെ ആംഗിൾ ഫൈ ആണ്. ഫൈയുടെ വാല്യൂ എന്തായിരിക്കണം, കോസ് ഫൈ 1 ആകണമെങ്കിൽ കോസിൻ്റെ ഏതൊക്കെ വാല്യൂസാണ് 1 ആവുന്നത്, തീറ്റ വരുമ്പോൾ തീറ്റ = 0 ഡിഗ്രി, കോസ് 0 1 ആണ്, കോസ് പൈ -1 ആണ്, കോസ് 2π 1 ആണ് അല്ലേ, കോസ് 4π -1 ആണ്, കോസ് 6π -1 ആണ്, കോസ് 8π -1 ആണ്, സോറി കോസ് 0 1. ഓക്കെ, കോസ് പൈ -1, ഐ വിൽ ട്രൈ ഇറ്റ് വൺസ് അഗൈൻ, കോസ് 0 1, കോസ് പൈ -1, കോസ് 2π 1, കോസ് പിന്നെ അടുത്ത ഓക്കെ 5π 3π പറഞ്ഞല്ലേ, 3π -1, കോസ് 4π 1, കോസ് 5π -1, കോസ് 6π 1. അതായത് കോസിൻ്റെ n π മൾട്ടിപ്പിൾസ് അല്ലെങ്കിൽ ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് പൈ ആണെങ്കിൽ
ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് പൈ ആണെങ്കിൽ വെൻ ഫൈ ഇസ് ഈക്വൽ, അതായത് കോസ് ഫൈ ഇസ് ഈക്വൽ ടു 1, അല്ലെങ്കിൽ ഫൈ ഇസ് ഈക്വൽ ടു എന്തൊക്കെ വരാം, 0 വരാം അല്ലേ, 2π വരാം, 4π വരാം, 6π വരാം, എക്സെട്ര. അതായത് എന്താ, ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് പൈ ആവണം എന്ത്, ഫൈ എന്ന് പറഞ്ഞാൽ. ഫൈ ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് പൈ ആണെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, 2nπ, 2 into 1 2, 2 into 2 4, 2 into 3 6, അപ്പോൾ 2 0 2 4 6 8 10 അങ്ങനെ പോകും അല്ലേ. അതായത് ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് പൈ ആണ് ഫൈ എങ്കിൽ, ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് പൈ ആണ് ഫൈ എങ്കിൽ കോസ് ഫൈ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. കോസ് ഫൈ മാക്സിമം എന്ന് പറഞ്ഞാൽ കോസ് ഫൈ 1 ആയിരിക്കും. കോസ് ഫൈ മാക്സിമം ആണെങ്കിൽ ഇവിടെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും, ഇൻറ്റൻസിറ്റി മാക്സിമം ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡും ഇൻറ്റൻസിറ്റിയും മാക്സിമം ആണെങ്കിൽ അവനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, അവിടെ നടക്കുന്ന ഇൻ്റർഫറൻസ് എന്ത് ഇൻ്റർഫറൻസ് ആണ്, അവിടെ നടക്കുന്നത് ഒരു കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ്. വാവ് ദാറ്റ്സ് ഓസം, റൈറ്റ്, ഓസം അല്ലേ. ഇവിടെ വരുമ്പോൾ ഫൈ ഇസ് ഈക്വൽ ടു 0 2π 4π 6π 2nπ വാല്യൂസ് ആണെങ്കിൽ, ഫൈയുടെ വാല്യൂ 2nπ ആണെങ്കിൽ ഇവിടെ നടക്കുന്ന ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താടാ, ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ്, മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ, ഐ നോ, അത് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആരെയൊക്കെ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കിക്കോണേ. ഇവിടെ ഞാൻ ആംപ്ലിറ്റ്യൂഡിനെ കുറിച്ച് പറഞ്ഞു, ഇൻറ്റൻസിറ്റിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഇവിടെ ആരുണ്ട്, ഇവിടെ ഫൈ ഉണ്ട് അല്ലേ. ഈ ഫൈ എന്ന് പറഞ്ഞാൽ ഫൈയുടെ പേരെന്താണെന്ന് പറഞ്ഞാൽ പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ്. ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫേസ് ഡിഫറൻസ്. ഓക്കെ, ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവിടെ നമുക്കൊരു പാത്ത് ഡിഫറൻസും വേണം. പാത്ത് ഡിഫറൻസ് ഇതൊക്കെ നമ്മൾ ഇതിന് തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുന്നേയുള്ള ടോപ്പിക്കിൽ പാത്ത് ഡിഫറൻസ് ഒക്കെ നല്ല വെടിപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം, ഡോണ്ട് വറി. ഓക്കെ, അപ്പോൾ ഇവർ 4 പേരെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ആരൊക്കെയാണ് 4 കഥാപാത്രങ്ങൾ, ആംപ്ലിറ്റ്യൂഡ്, ഇൻറ്റൻസിറ്റി, ഫൈ അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ പാത്ത് ഡിഫറൻസ്. എടാ, ഈ പാത്ത് ഡിഫറൻസും ഫൈയും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, അല്ല നല്ല കണക്ഷനാണ്, അത് നോക്കിക്കോണേ. ഫൈ ഇസ് ഈക്വൽ ടു, ഫൈ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 2π/λ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഫൈ ഇസ് ഈക്വൽ ടു 2π/λ ഇൻറ്റു ഡെൽറ്റ എക്സ് വഴി നമുക്ക് ആരെ കണ്ടുപിടിക്കാം, ഫൈനെ കണ്ടുപിടിക്കാം അല്ലേ. അല്ലെങ്കിൽ നമുക്ക് അതേ ഇക്വേഷൻ വെച്ചിട്ട് ആരെയും കണ്ടുപിടിക്കാം, ഡെൽറ്റ എക്സിനെ കണ്ടുപിടിച്ചില്ല. കാരണം നമുക്ക് ഇവിടെ ഫൈ അറിയാം, ഡെൽറ്റ എക്സ് അറിയില്ല. അപ്പോൾ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഇതിൽ നിന്ന് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ലാംഡ മേടി പോയി, അപ്പോൾ 5λ/2π അല്ല, 5 ശരിയാണല്ലോ, 5λ/2π. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എന്താ കിട്ടിയത്, ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 5λ/2π എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ഇവിടെ എഴുതുവാണേ, മാറ്റി എഴുതാം. ഓക്കെ, ഇസ് ഈക്വൽ ടു AR 5λ/2π അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 5λ/2π എന്നാണ് ഡെൽറ്റ എക്സിൻ്റെ ഇക്വേഷൻ. അത് ജനറൽ ഇക്വേഷൻ ആണ് കേട്ടോ, ജനറൽ ഇക്വേഷൻ ആണ്. ഈ കേസിൽ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കേസിൽ ഫൈ എത്രയാ 2nπ ആണ് അല്ലേ. ഫൈ എത്രയാണ്, 2nπ ആണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഫൈക്ക് വരെ എന്തിട്ട് കൊടുക്കാം, 2nπ. ഫൈക്ക് പകരം 2nπ ഇൻറ്റു ലാംഡ ഡിവൈഡഡ് ബൈ 2π. അപ്പോൾ എന്ത് സംഭവിക്കും, ദേ പൈയും വെട്ടിപ്പോയി, 2 വെട്ടിപ്പോയി. അപ്പോൾ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് വന്നു, nλ എന്ന് വന്നു. എന്തൊക്കെ കണ്ടുപിടിച്ചെന്ന് നോക്കിയേ അല്ലേ, നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട ഇവിടെ വേണ്ടത് അല്ലെങ്കിൽ ഇവിടെ ഉള്ളത് എന്തായിരുന്നടാ, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് മാത്രമായിരുന്നു. കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും, മാക്സിമം ഇൻറ്റൻസിറ്റി ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇവർ രണ്ടുപേരും മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ അവിടെ കോസ് തീറ്റ അല്ലെങ്കിൽ കോസ് ഫൈ ഇവിടെ മാക്സിമം ആവണമായിരുന്നു. കോസ് ഫൈ മാക്സിമം ആവണമെന്നുണ്ടെങ്കിൽ ഫൈയുടെ വാല്യൂ എന്തൊക്കെയാവാം, 0 ആകാം, 2π ആകാം, 4π ആകാം, 6π ആകാം. ദാറ്റ് മീൻസ് ദ വാല്യൂ ഓഫ് കോസ് ഫൈ ഷുഡ് ബി ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ. ആവണമായിരുന്നു. സോ വി റോട്ട് ഇറ്റ് ആസ് എന്താ, 2nπ. nπ എന്ന് എഴുതാൻ പറ്റില്ല. nπ എന്ന് എഴുതിയാലുള്ള കുഴപ്പം എന്താണ്, nπ എന്ന് പറയുമ്പോഴേക്കും n is equal to 3 വന്നു കഴിഞ്ഞാൽ അത് 3π ആയി അല്ലേ. 3π വന്നു കഴിഞ്ഞാൽ കോസിൻ്റെ വാല്യൂ -1 വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് nπ എന്ന് എഴുതാൻ പറ്റത്തില്ല. ഈവൻ മൾട്ടിപ്പിൾസ് ഓഫ് പൈ വരേണ്ടതുകൊണ്ട് എന്ത് വന്നു, 2nπ അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈയുടെ വാല്യൂ കിട്ടി. ഫൈയുടെ വാല്യൂ എന്താ, 2nπ. അപ്പോൾ നമുക്ക് ഫേസ് ഡിഫറൻസ് ഏത് വാല്യൂ വരണം, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് വേണമെങ്കിൽ ഫേസ് ഡിഫറൻസ് 2nπ വാല്യൂ വേണം അല്ലേ. അപ്പോൾ നമുക്ക് പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാം. പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും തമ്മിലുള്ള റിലേഷനാണ് ഫൈ ഇസ് ഈക്വൽ ടു
2 pi by lambda into delta x. അവിടെ നമ്മൾ delta x ഒരു ഇക്വേഷൻ എഴുതി, ഈ 5യുടെ അടുത്തേക്ക് ലാംഡയും 2πനെയും കൊണ്ടുപോയി ഇവൻ മേളിൽ ചെന്നു, അപ്പോൾ അവൻ്റെ കൂടെ വന്നു അല്ലേ 5 lambda divided by 2π എന്ന് വന്നു. അപ്പോൾ delta x is equal to 5 lambda divided by 2π. ഇവിടെ നമുക്ക് 5യുടെ വാല്യൂ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആണോ, 5യുടെ വാല്യൂ നമുക്കറിയാം എന്താ 2nπ ആണ്. അപ്പോൾ അവിടെ ഞാൻ 2nπ ഇട്ടു ഇൻറ്റു ലാംഡ ഡിവൈഡഡ് ബൈ 2π. 2ഉം 2ഉം വെട്ടിപ്പോയി, പൈയും വെട്ടിപ്പോയി, ബാക്കി എന്ത് വന്നു n ലാംഡ വന്നു. ബാക്കി എന്ത് വന്നു n ലാംഡ വന്നു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയെന്ന് നോക്കിയാൽ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആണെങ്കിൽ cos phi is equal to 1 വരണം അല്ലേ, cos phi is equal to 1 വരണം, phi is equal to 2nπ വരണം അല്ലേ. ഞാൻ താഴെ എഴുതാം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ താഴെ എഴുതാം. കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആണെങ്കിൽ phi അല്ലെങ്കിൽ cos phi is equal to 1 വരണം, മാക്സിമം വരണം, phi is equal to 2nπ വരണം, ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു n ലാംഡ വരണം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾക്ക് അറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. ഇതറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറയട്ടെ. യങ്സ് ഡബിൾ സിറ്റ് എക്സ്പെരിമെൻറ്റ് പഠിക്കാൻ പറ്റത്തില്ല, അത് പഠിക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള y കണ്ടുപിടിക്കാൻ പറ്റില്ല, തീറ്റ കണ്ടുപിടിക്കാൻ പറ്റില്ല, ഫ്രിഞ്ച് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇതൊന്നും പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഇതറിഞ്ഞിരുന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഭയങ്കര കൺസെപ്റ്റും അല്ല അല്ലേ, സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എന്താണ് ഏതാണ് എന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതാണ് കുട്ടികളെ ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ്. കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ഇതാണെങ്കിൽ ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായും ഊഹിക്കാവുന്നതാണ് അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ഫൈൻ. ഇതിൽ നിന്ന് ഞാനൊന്നും പ്രത്യേകിച്ച് വിട്ട് കളഞ്ഞിട്ടില്ല, എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം, ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസിലേക്ക് പോകാം. ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എന്തായിരിക്കും? ഇതിൻ്റെ നേരെ നെഗറ്റീവായിട്ട് ആലോചിക്കാം അല്ലേ, നെഗറ്റീവ് അല്ല, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ആലോചിക്കാം. അതായത് മാക്സിമം ഇൻറ്റൻസിറ്റി എന്നും മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്നും പറഞ്ഞ കേസിൽ നമ്മൾ എന്ത് പറയും, മിനിമം ഇൻറ്റൻസിറ്റി ആൻഡ് മിനിമം ആംപ്ലിറ്റ്യൂഡ്. മിനിമം ഇൻറ്റൻസിറ്റി ആൻഡ് മിനിമം ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, മിനിമം ഇൻറ്റൻസിറ്റി ആൻഡ് മിനിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് √(a1² + a2² + 2a1a2 cos phi അല്ലേ, 2a1a2 cos phi. അപ്പോൾ ഇവിടെ മിനിമം ആംപ്ലിറ്റ്യൂഡ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആലോചിക്കാം, ഇത് 0 ആയി പോകണം എന്നാലോചിക്കാം അല്ലേ. ഇത് 0 ആയി പോയി കഴിഞ്ഞാൽ മിനിമം ആംപ്ലിറ്റ്യൂഡ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവില്ല. ഇത് 0 ആയി പോകുന്നതിനെക്കാട്ടിയും എഫക്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇത് 0 ആകുന്നതിനെക്കാട്ടിയും മിനിമം ആംപ്ലിറ്റ്യൂഡ് വരുന്നത് ഇവിടെ മൈനസ് വരുമ്പോഴാണ് അല്ലേ. ഈ പ്ലസ് മാറി മൈനസ് വരുമ്പോൾ ഇത് 0 ആയി കഴിഞ്ഞാൽ അതങ്ങ് പോയെന്നേ ഉള്ളൂ. മൈനസ് ആയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊരു ശത്രു കൂടുതൽ വരുവാണ് അല്ലേ. -2a1a2 എന്ന് വരണം. മൈനസ് വരണമെന്നുണ്ടെങ്കിൽ cos ഫൈയുടെ വാല്യൂ എന്ത് വരണോടാ, മിനിമം വരണം. അത് മൈനസ് വരണമെന്നുണ്ടെങ്കിൽ cos ഫൈയുടെ വാല്യൂ എന്ത് വരണം, -1 വരണം അല്ലേ. ഇവിടെ മാക്സിമം വരണമെങ്കിൽ cos ഫൈയുടെ വാല്യൂ 1 വരണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇവിടെ cos ഫൈയുടെ വാല്യൂ -1 വന്നാലേ ഇവിടെ എന്ത് സംഭവിക്കുള്ളൂ, ഈ പ്ലസ് മാറി മൈനസ് ആവുള്ളൂ. ഇവിടെ -2a1a2 എന്ന് വരുള്ളൂ. അതേപോലെ തന്നെ ഇൻറ്റൻസിറ്റി ആണെങ്കിലും I മിനിമം എന്ന് പറയുമ്പോഴേക്കും എന്ത് വരും, √(i1 + i2 - 2√i1 i2 cos phi എന്ന് വരണം അല്ലേ. അവിടെയും മൈനസ് വരണമെന്നുണ്ടെങ്കിൽ മൈനസ് നമ്മൾ ഇട്ടു അല്ലേ. അവിടെയും മൈനസ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം, cos phi is equal to -1 വരണം അല്ലേ. മിനിമം ആംപ്ലിറ്റ്യൂഡ് മിനിമം ഇൻറ്റൻസിറ്റി -1 cos phi മൈനസ് വരണമെന്നുണ്ടെങ്കിൽ ഫൈയുടെ വാല്യൂ എന്ത് വരണം, that's something tricky right. ഫൈയുടെ വാല്യൂ എന്ത് വരണം, ഫൈയുടെ വാല്യൂ ഞാൻ നേരത്തെ പറഞ്ഞു cos pi -1 ആണ് അല്ലേ, cos pi -1 ആണ്, cos 3pi -1 ആണ്, cos 5pi -1 ആണ്, cos 7pi -1 ആണ് അല്ലേ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു മാക്സിമം ഇൻറ്റൻസിറ്റി ആൻഡ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ കോസിൻ്റെ വാല്യൂ മാക്സിമം വരണമായിരുന്നെങ്കിൽ ഇവിടുത്തെ ഫൈയുടെ വാല്യൂ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ വരണമെന്ന് പറഞ്ഞിട്ട് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ, സിമ്പിൾ അല്ലേ, ഓഡ് മൾട്ടിപ്പിൾ ഓഫ് പൈ ആണ്. അല്ലെങ്കിൽ ഇവനെ നമുക്ക് 2n π എന്ന് വിളിച്ചതുപോലെ എങ്ങനെ എഴുതാൻ പറ്റും, 2n - 1 π എന്ന് വിളിക്കാം. phi should be 2n - 1 π where n is equal to 1, 2, 3, 4 etc. 0 ഇല്ല,
0 ഇല്ല. 0 ഇട്ട് കഴിഞ്ഞാൽ ഈ എന്നിന് പകരം നിങ്ങൾ 1 2 3 ഇട്ട് കൊടുക്കുക. ഇവിടെ 1 ഇട്ട് കൊടുക്കാം. 1 ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും? 1 ഇട്ട് 2 × 1 2, 2 × 1 2, 2 - 1, 2 - 1 1, അല്ലെങ്കിൽ എന്ത് വന്നു? പൈ എന്ന് വന്നു. ഓക്കെ, n = 2 ഇട്ട് കൊടുക്കാം. n = 2 എടുത്തു കഴിഞ്ഞാൽ 2 × 2 4, 4 - 1 3, അപ്പോൾ എന്ത് വന്നു? 3 പൈ എന്ന് വന്നു. ഓക്കെ, n = 3 ഇട്ട് കൊടുക്കാം. n = 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 3 × 2 6, 6 - 1 6 - 1 5, അപ്പോൾ 5 എന്ത് വരും? 5 പൈ എന്ന് വരും. ഇനി നിങ്ങൾക്ക് 4 ഇട്ട് കൊടുത്തോ. 4 ഇട്ട് കൊടുത്താൽ എന്ത് വരും? 4 × 2 8, 8 - 1 7, അപ്പോൾ എന്ത് വരും? 7 പൈ. ഞാൻ നേരത്തെ പറഞ്ഞ പൈ 3 പൈ 5 പൈ 7 പൈ എന്ന് വരും. പക്ഷേ 0 ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കൂടാ? 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 0 ആണെങ്കിൽ 2 × 0 0 - 1 അല്ലേ, അല്ലെങ്കിൽ -1 പൈ എന്ന് വരും. -1 പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും കോസ് ഓഫ് -π എന്നൊക്കെ വരും. അത് വേണ്ട, നമുക്ക് എന്താ n = 1 2 3 4 എന്ന് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2n + π എന്ന് എഴുതിക്കോ. അല്ല, 2n + 1 പൈ എന്ന് എഴുതിക്കോ. 2n + 1 പൈ എന്ന് എഴുതുമ്പോൾ വേണമെങ്കിൽ n = 0 1 2 3 എന്ന് ഇടാം. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 2n - 1 പൈ ഇടാനാണ്. വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ യങ്സിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ് വരുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് ഡാർക്ക് ഫ്രിഞ്ച്, ഫസ്റ്റ് ബ്രൈറ്റ് ഫ്രിഞ്ച്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡാർക്ക് ഫ്രിഞ്ചിൻ്റെ ഇക്വേഷൻ വരുന്നത് 2n - 1 ആണ്. അവിടെ നമ്മൾ 2n + 1 ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് അവിടെ തെറ്റാൻ സാധ്യത കൂടുതലാണ്. പക്ഷേ അതേ സാധനം നമ്മൾ സിംഗിൾ സ്ലിറ്റ് വരുമ്പോഴേക്കും അത് പ്ലസ് ആവട്ടോ. പക്ഷേ അത് ടു ബി ഫ്രാങ്ക് അവിടേക്ക് എത്തുമ്പോൾ നമുക്ക് അത് നല്ല ക്ലിയർ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മളിപ്പോൾ 2n - 1 പൈ ഇടുന്നതാണ് നല്ലത്. അവിടെ ഒരു കൺഫ്യൂഷൻ വരാനുള്ളതെന്ന് പറഞ്ഞാൽ n = 1 2 3 4 ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ n = 0 1 2 3 എടുക്കുന്നത്. അത് അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ള സംഭവമല്ല. ഓക്കെ, അപ്പം ഗെറ്റിംഗ് ബാക്ക് ടു ദ ടോപ്പിക്, ഫൈ എന്താവണം? ഫൈ = 2n - 1 പൈ ആവണം. 2n - 1 പൈ ആയാൽ മാത്രമേ ഫൈയുടെ വാല്യൂ പൈ 3 പൈ 5 പൈ 7 പൈ 11 പൈ 9 പൈ 13 പൈ 15 പൈ അങ്ങനെ പോവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ്. ഓക്കെ, ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വേവ് ഉണ്ടാകുന്ന കാര്യം പറഞ്ഞില്ലേ. അങ്ങനെ വേവ് ഉണ്ടാകുമ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരേ ഫേസിൽ വന്നു അല്ലേ. കോസ് 0, അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 0 ആയിരുന്നു അല്ലേ. രണ്ടുപേരും ഒരേപോലെ ഒരേ സമയത്ത് ഒരു സ്ഥലത്തെത്തി. അതും രണ്ടുപേരുടെ ആംപ്ലിറ്റ്യൂഡ് വലുതാകുന്ന രീതിയിൽ. പക്ഷേ അതേസമയം രണ്ടുപേരും ഓപ്പോസിറ്റ് ഫേസിലെത്തിയാലോ, അതായത് ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ഇങ്ങനെ വന്ന് ഒരു പോയിന്റിലെത്തിയപ്പോൾ ഒരാൾ മേളിലേക്കും മറ്റേയാൾ താഴേക്കും കൂട്ടിയിടിച്ചു അല്ലേ. ഇങ്ങനെ വന്ന് കൂട്ടിയിടിച്ചു. അങ്ങനെ വരുമ്പോഴേക്കും ഒരാൾ മേളിലേക്ക് ഒരാൾ താഴത്തേക്ക്, അങ്ങനെ വരുമ്പോൾ രണ്ടുപേരും രണ്ട് ഫേസിൽ ഇവർ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി അല്ലേ. 180 ഡിഗ്രി. ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഇവൻ്റെയും ശക്തി പോവും, ഇവൻ്റെയും ശക്തി പോവും. മറ്റേതെങ്ങനെയാണ്? രണ്ടുപേരും ഇങ്ങനെ വന്നപ്പോഴേക്കും രണ്ടുപേരുടെയും ശക്തികൾ തമ്മിൽ ആഡ് ചെയ്യപ്പെട്ടു, ആംപ്ലിറ്റ്യൂഡ് വലുതായി. ഇവിടെ വന്നപ്പോഴേക്കും എന്താ? ഒരാളിങ്ങനെ അല്ലേ. അങ്ങനെ വന്നപ്പോഴേക്കും ഇവിടെ എന്ത് സംഭവിച്ചു? അവിടെ വരുന്നത് നെഗറ്റീവ് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മിനിമം ഇൻറ്റൻസിറ്റി മിനിമം ആംപ്ലിറ്റ്യൂഡുമാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ എന്തായിപ്പോയത്? അവിടെ ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് നടന്നു. അപ്പോൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ഫേസിൽ, അത് കാണിക്കുന്നതാണ് പൈ 3 പൈ 5 പൈ 7 പൈ എക്സെട്ര. അപ്പം ഫൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? ഈവൻ മൾട്ടിപ്പിൾ ഓഫ് പൈ അല്ലെങ്കിൽ 2n - 1 പൈ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് 5 കണ്ടുപിടിച്ചല്ലോ. തീർന്നില്ലേ? ഇല്ല, തീർന്നിട്ടില്ല. ഇവിടെ നമുക്ക് ഒരാളെ കൂടെ കണ്ടുപിടിക്കണ്ടേ. ഇവിടെയും നമുക്ക് ഡെൽറ്റ എക്സിനെ കണ്ടുപിടിക്കണം. ഡെൽറ്റ എക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, ഒന്നുകൂടെ എഴുതാം. ഫൈ = എന്തായിരുന്നു ഇക്വേഷൻ? ഫൈ = ഡെൽറ്റ എക്സ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? 2π / λ × ഡെൽറ്റ എക്സ് ആയിരുന്നു. ഇവിടുന്ന് നമുക്ക് ഡെൽറ്റ എക്സ് = എങ്ങനെ എഴുതാം? ഫൈ × λ / 2π എന്ന് എഴുതാം അല്ലേ. ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവൻ താഴത്തേക്ക് വന്നു. അപ്പോൾ എന്ത് വന്നു? ഫൈ × λ / 2π വന്നു ഡെൽറ്റ എക്സ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ എക്സ് = എന്തൊക്കെ വാല്യൂ വരാമെന്ന് പറഞ്ഞേ? ഡെൽറ്റ എക്സ് = ഫൈയുടെ വാല്യൂ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ. ഫൈയുടെ പോസിബിൾ വാല്യൂസ് ഇൻ ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എന്താണ്? 2n - 1 പൈ. 2n - 1 പൈ ആണ് ഫൈക്ക് വരാൻ സാധ്യതയുള്ള വാല്യൂസ്. അവിടെ നമുക്ക് എന്തുകൂടി ഇട്ട് കൊടുക്കാം? λ / 2π കൂടെ കൊടുക്കുമ്പോൾ ഇവിടെ പൈയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ പോസിബിൾ വാല്യൂ ഓഫ് ഡെൽറ്റ എക്സ് എന്താണ്? 2n - 1 λ 2n - 1 λ/2. ഇത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ പേടിക്കേണ്ട, ഞാൻ മേളിൽ എഴുതി തരാം. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. പക്ഷേ നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തന്നെ എഴുതാൻ പറ്റി കാണേണ്ടതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം. ഫൈ = പോസിബിൾ വാല്യൂസ് എന്ന് പറഞ്ഞാൽ 2n - 1 പൈ ആണ്. ഫൈ = 2n - 1 പൈ ആണ്. അതേപോലെ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ വരുന്നത് 2n - 1 λ/2 ആണ്. വണ്ടർഫുൾ, റൈറ്റ്? ദിസ് ഇസ് വെരി വണ്ടർഫുൾ. ലൈക്ക് നോക്കിയേ, ഭയങ്കര സിമ്പിളാണ്. അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ആണെങ്കിൽ ഡെൽറ്റ എക്സ് n λ അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? 2n - 1 λ/2
2n minus 1 lambda by 2 delta x. അതായത് ഒരു പോയിന്റിൽ ഡെൽറ്റ എക്സ് നിങ്ങളുടെയിലോട്ട് അങ്ങ് തന്നാൽ, ഒരു പോയിന്റിലെ ഡെൽറ്റ എക്സ് നിങ്ങളുടെയിലോട്ട് അങ്ങ് തന്നു കഴിഞ്ഞാൽ അവിടുന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും? അവിടുന്ന് ഡെൽറ്റ എക്സിൽ നിന്ന് ഈ ഇക്വേഷൻ വഴി നമുക്ക് ഫൈ കണ്ടുപിടിക്കാം. ഫൈ കണ്ടുപിടിച്ചാൽ അവിടുന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാം അല്ലേ? ഇനി ഡെൽറ്റ എക്സ് സപ്പോസ് എൻ ലാംഡ എന്നൊരു കേസാണ് വരുന്നതെങ്കിൽ ഈസ് ദ ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ഓർ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് അപ്പം തന്നെ എഴുതിവിടാം. എന്താ? എൻ ലാംഡയാണ്, ഓക്കെ, അത് കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ്, ലീവ് ഇറ്റ് യാർ അല്ലേ? അതേപോലെ തന്നെ 2n minus 1 lambda by 2 ആണ്. അപ്പോൾ അത് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ 2n minus 1 lambda by 2 ആണ്. കൺസ്ട്രക്റ്റീവ് ആണോ ഡിസ്ട്രക്റ്റീവ് ആണ്? ദാറ്റ്സ് ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ്. സിമ്പിൾ അല്ലേ? അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസിൻ്റെയും ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസിൻ്റെയും നമ്മൾ ആദ്യം പറഞ്ഞു മാക്സിമം ആണ്, അത് ഭയങ്കര സിമ്പിളാണ്. ഓ, കൺസ്ട്രക്റ്റീവ് അല്ലേ, അത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണല്ലോ. പക്ഷേ അതിൽ നിന്ന് നമ്മൾ ആരെ കണ്ടുപിടിച്ചു? ആദ്യം ഫൈയുടെ വാല്യൂസ്, ഫൈയുടെ പോസിബിൾ വാല്യൂസ് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമ്മൾ ഡെൽറ്റ എക്സ് എന്താണെന്ന് കണ്ടുപിടിച്ചു. ഡെൽറ്റ എക്സിൻ്റെ പോസിബിൾ വാല്യൂസ് കണ്ടുപിടിച്ചു. ഡെൽറ്റ എക്സിൻ്റെ പോസിബിൾ വാല്യൂസ് എൻ ലാംഡയാണ്. അതേപോലെ ഫൈയുടെ പോസിബിൾ വാല്യൂസ് എന്താണ്? 2n പൈ ആണ്. അതേസമയം നമ്മൾ ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസിലേക്ക് എത്തിയപ്പോഴേക്കും നമുക്കറിയാം മിനിമം ആണ് ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസിൽ ആംപ്ലിറ്റ്യൂഡും ഇൻറ്റൻസിറ്റിയും. പക്ഷേ അവിടുത്തെ ഫൈയുടെ വാല്യൂസ് എത്രയാണ്? പോസിബിൾ വാല്യൂസ് 2n minus 1 പൈ ആൻഡ് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ 2n minus 1 lambda by 2. വണ്ടർഫുൾ, റൈറ്റ്, സൂപ്പർ. അപ്പോൾ അത് ക്ലിയർ ആക്കണം. നിങ്ങളത് പോസ് ചെയ്യുക, എഴുതിയെടുക്കുക, മൊത്തവും കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. ഓക്കെ, വീണ്ടും കേട്ട്, അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്ലോ ആയിട്ട് തന്നെ കാണുക, നോർമൽ സ്പീഡിൽ വീഡിയോ കാണുക. പിന്നെ എന്ത് ചെയ്യുക? പിന്നെ സ്ലോയിൽ കാണണമെന്ന് ഞാൻ പറയത്തൊന്നുമില്ല. ഒന്ന് അത്യാവശ്യം ഒരു 30% എങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നിങ്ങളൊരു 1.5x സ്പീഡ് ഒന്നുകൂടെ കാണും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നേരത്തെ പഠിച്ചതിൻ്റെ പകുതി സമയം മതി അല്ലേ? പിന്നെ പകുതി സമയമല്ലേ, ഇത്രൂടെ വേണം അല്ലേ? ഓക്കെ, പിന്നെയും നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ 2x സ്പീഡ് ഇട്ട് അങ്ങ് പിന്നെ സ്കിപ്പ് ചെയ്തൊക്കെ കാണുക. നമ്മൾ വീണ്ടും പറയുന്ന കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തൊക്കെ നോക്കുക. പക്ഷേ അത് ക്ലിയർ ആക്കുക. കൺസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻഡിഫറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആക്കുക. ഇൻഡിഫറൻസ് ആണോ കൺസ്ട്രക്റ്റീവ് ആണോ ഏത് ഡിസ്ട്രക്റ്റീവ് ആണോ നമ്മൾ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ സാധിക്കണം. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് വെരി ക്ലിയർ. അത് ക്ലിയർ ആയെങ്കിൽ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമുക്ക് ഡെൽറ്റ എക്സ് അറിഞ്ഞാൽ ഫൈ കണ്ടുപിടിച്ചാൽ നമുക്ക് ഈ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാം അല്ലേ? ഇതിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്കൊക്കെ പോകാൻ പറ്റും. അതിനു മുന്നേ ഇത് വളരെ ക്ലിയർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിരിക്കണം. കാരണം ഇത് ഞാൻ പറഞ്ഞില്ലേ, യങ്സ് ഡബിൾസിലേക്ക് വരുമ്പോഴേക്ക് ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എഴുതാൻ സാധിക്കും, ഭയങ്കരമായിട്ട് തന്നെ സൂപ്പറായിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ആൻഡ് നമുക്കപ്പോൾ ഒരു 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് യങ്സ് ഡബിൾസിലേക്ക് പോകാം. ഓക്കെ, ഫൈൻ. ഓക്കെ പിള്ളേരെ, നമുക്ക് ആംപ്ലിറ്റ്യൂഡിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 2 waves ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് A1 is equal to A2 is equal to A. 2 വേവ്സ്, ഒരാളുടെ ആംപ്ലിറ്റ്യൂഡ് A1 ആണ്, മറ്റേയാളുടെ ആംപ്ലിറ്റ്യൂഡ് A2 ആണ്. രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ട് A1 is equal to A2 is equal to A എന്ന് ഞാൻ എഴുതിയിരിക്കുന്നത്. A1 is equal to A2 is equal to A meets at a point with phase difference 5. അവർ തമ്മിൽ ഒരു 5 ഫേസ് ഡിഫറൻസിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. എങ്കിൽ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് അറ്റ് ദാറ്റ് പോയിന്റ് എന്നാണ് ചോദിക്കുന്നത്. മാക്സിമം ആംപ്ലിറ്റ്യൂഡ് മാത്രം വേണ്ട, മാക്സിമം ആംപ്ലിറ്റ്യൂഡും അതേപോലെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് AR, റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡും മാക്സിമം ആംപ്ലിറ്റ്യൂഡുമാണ് അവിടെ ചോദ്യം വന്നിരിക്കുന്നത്. ശ്രദ്ധിച്ചോണം, എന്താണെന്ന് നോക്കിയേ. 2 വേവ്, 2 പേർക്കും ഒരേ ആംപ്ലിറ്റ്യൂഡ് A1 is equal to A2 is equal to A എന്നാണ്. സെയിം ആംപ്ലിറ്റ്യൂഡ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. അവിടെ മീറ്റ് ചെയ്യുന്ന അവിടെ ഉണ്ടാകുന്ന ഫേസ് ഡിഫറൻസ്, അവർ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 5 ആണ്. ഇങ്ങനെ ഒരേപോലെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫേസ് ഡിഫറൻസ് എത്രയാണ്? 0 ഡിഗ്രി എന്ന് പറയാം. അതേസമയം ഓപ്പോസിറ്റ് ആയിട്ട് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫേസ് ഡിഫറൻസ് 180 ഡിഗ്രി എന്ന് പറയാം അല്ലേ? പല രീതിയിലും ഇവർക്ക് ജോയിൻ ചെയ്യാം, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എങ്കിൽ ആദ്യം നമുക്ക് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. ഓക്കെ, റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ AR is equal to ഇങ്ങനെയാണ് ഇക്വേഷൻ. AR is equal to root of A1 square plus A2 square plus 2A1 A2 cos phi. ഓക്കെ, ഇക്വേഷൻ നോക്കിയേ. ഇക്വേഷൻ എങ്ങനെയാണ്? A1 പ്ലസ് റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 cos phi. ഇവിടെ A1 A2 എല്ലാം സെയിം അല്ലേ? അപ്പം നമുക്ക് ഇക്വേഷനിൽ അങ്ങ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ എന്ത് വരും? A സ്ക്വയർ പ്ലസ് 2A1 into A2, വീണ്ടും A സ്ക്വയർ cos phi. അതായത് AR is equal to root of A സ്ക്വയർ plus 2A സ്ക്വയർ cos phi. അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷനിൽ നിന്ന് ആരെ ആഡ് ചെയ്ത് 2A സ്ക്വയർ പ്ലസ് 2A സ്ക്വയർ cos phi എന്ന് വന്നു. AR is equal to, അല്ലെങ്കിൽ AR is equal to root of ഇത് 2A സ്ക്വയർ, ഇതും 2A സ്ക്വയർ ഞാൻ കോമൺ എടുക്കുന്നു. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് cos phi എന്ന് വന്നു അല്ലേ? 1 പ്ലസ് cos phi എന്ന് വന്നു. നിങ്ങൾ ഇത് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ 1 പ്ലസ് cos phi
1 പ്ലസ് കോസ് ഫൈവ് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവേണ്ടതാണല്ലോ. 1 പ്ലസ് കോസ് ഫൈവ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് 1 പ്ലസ് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2 ആണ്. ഇവിടെ വന്നപ്പോഴേക്കും എന്തായി 2 കോസ് സ്ക്വയർ 2 കോസ് സ്ക്വയർ 5/2 എന്ന്. ഈ 2 2 കൂടി ഒന്ന് വെട്ടിക്കളയരുത് കേട്ടോ, അത് 5യുടെ 2 ആണ്, അങ്ങനെയൊന്നും ചെയ്തേക്കരുത്. അപ്പോൾ 2 കോസ് സ്ക്വയർ 5/2 എന്ന് എഴുതി. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? AR റിസൾട്ടൻറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2a സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് ഫൈവ് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞ് 2 കോസ് സ്ക്വയർ 5/2. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു കോസ് സ്ക്വയർ 5/2. അപ്പോൾ ഇതിനകത്ത് ഉള്ളിൽ എന്ത് വരും? ഉള്ളിൽ 2 ഇൻറ്റു 4 വരും. 4a സ്ക്വയർ കോസ് സ്ക്വയർ 5/2 അല്ലേ? റൂട്ടിന് പുറത്തേക്ക് എടുത്തൂടെ? 4ൻ്റെ റൂട്ട് 2, a സ്ക്വയറിൻ്റെ റൂട്ട് a, കോസ് സ്ക്വയർ 5/2ൻ്റെ റൂട്ട് കോസ് 5/2 അല്ലേ? അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് AR ഇസ് ഈക്വൽ ടു 2a കോസ് 5/2. ആ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. കാരണം നമുക്ക് സഡനായിട്ടൊരു ഇക്വേഷൻ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് മൊത്തം എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ആംപ്ലിറ്റ്യൂഡ് സെയിം ആണെന്ന് പറഞ്ഞാലേ, ആംപ്ലിറ്റ്യൂഡ് സെയിമും എന്നിട്ടൊരു ആംഗിൾ 5 തന്നു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 2a കോസ് 5/2 എന്ന് എടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് മൊത്തം ചെയ്യണം, അതിനെക്കാട്ടും നല്ല ഇതല്ലേ അല്ലേ? ഇത് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. 2a കോസ് 5/2 എന്നൊരു ഇക്വേഷൻ, കുഴപ്പമില്ലല്ലോ. ഇനി മാക്സിമം ആംപ്ലിറ്റ്യൂഡ് വരണമെങ്കിൽ എന്തായിരിക്കും സംഭവം? മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോഴേക്കും ഇവിടെ കോസ് 5/2 എന്ന വാല്യൂ 1 ആയി പോകണം, അല്ലെങ്കിൽ a മാക്സിമം ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 2a ആയിരിക്കും അല്ലേ? a മാക്സിമം എന്ന് പറഞ്ഞാൽ 2a ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു AR എന്ന് പറയുമ്പോഴേക്കും നമ്മൾ A1 പ്ലസ് A2 എന്ന് എഴുതാറുണ്ട്. A1 പ്ലസ് A2, അതായത് രണ്ട് ആംപ്ലിറ്റ്യൂഡ്സ് A1 A2 ആണെന്നുണ്ടെങ്കിൽ മാക്സിമം വരുന്നത് എന്താണ്? A1 പ്ലസ് A2 ആണ്. ഇവിടെ രണ്ട് 2a പ്ലസ് a ആവുന്നപ്പോൾ 2a ആയി. അങ്ങനെ വന്നാൽ A മിനിമം എന്തായിരിക്കാം? A മിനിമം എന്ന് പറയുമ്പോഴേക്കും അത് A1 മൈനസ് A2മാണ്. A1 മൈനസ് A2 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അത് ജസ്റ്റ് ഒരു ആംപ്ലിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻ പറയാൻ വേണ്ടി ഞാൻ ചെയ്തതെന്ന് മാത്രം. ഇത് പക്ഷേ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ബിക്കോസ് നമ്മൾക്ക് ഇതിൽ നിന്ന് കുറച്ച് കൺസെപ്റ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ തന്നെ ഇൻറ്റൻസിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, നമ്മൾ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഇക്വേഷൻ നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. വേർ IR ഇസ് ഈക്വൽ ടു I1 പ്ലസ് I2 പ്ലസ് 2 റൂട്ട് I1 I2 കോസ് 5 അല്ലേ? അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഇവിടെ സിമ്പിളായിട്ട് നിങ്ങൾ നേരത്തെ ആംപ്ലിറ്റ്യൂഡ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻറ്റൻസിറ്റീസ് ലൈക്ക് I1 is equal to I2 is equal to I. We can substitute it to the equation. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്ത് കിട്ടും? IR is equal to I1 പകരം I പ്ലസ് I2 പകരം I പ്ലസ് 2 ഇൻറ്റു റൂട്ട് I ഇൻറ്റു I കോസ് 5, which can be written as I plus I 2i plus 2 into I is I square, and the root becomes I and cos 5, which can be again written as IR is equal to 2i can be taken as common, then the rest will be 1 plus cos 5, and from the previous equation we will be writing 1 plus cos 5 as 2 cos square 5/2, from which we can write 2i into 1 plus cos 5 can be written as 2 cos square 5/2, 2 cos square 5/2, and 2 into 2 it's 4i cos square 5/2, and the resultant intensity of two waves having same intensity separated by a phase difference of 5 can be written as 4i into cos square 5/2. This equation is also very important. We'll be keeping that too as a reserve for the next question. IR is equal to 4i cos square 5/2. See the difference? AR അല്ലെങ്കിൽ resultant amplitude is equal to 2 cos square cos 5/2 ആണെങ്കിൽ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ 4i cos square 5/2 ആണ്. 4i cos square 5/2 ആണ്. ബോത്ത് ആർ ക്വസ്റ്റ്യൻസിനേക്കാൾ കൂടുതൽ നമുക്ക് ഈ ഇക്വേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്ക് സപ്പോസ് ഇൻറ്റൻസിറ്റീസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫുൾ ഇക്വേഷൻ ഇട്ട് കൊടുക്കണ്ട, ജസ്റ്റ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും. അതിന് മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ഇൻറ്റൻസിറ്റി ഓഫ് എ ലൈറ്റ് ആംപ്ലിറ്റ്യൂഡ് ഞാൻ പറഞ്ഞു. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേവ് വരുമ്പോഴേക്കും അതിൽ മാക്സിമം ഡിസ്പ്ലേസ് ആകുന്ന പാർട്ടിക്കിൾ മാക്സിമം ഡിസ്പ്ലേസ് ആകുന്നതിനാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നതെങ്കിൽ, ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് പവറാണ്. പവർ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ഏരിയയിൽ എത്രത്തോളം പവറാണ് ചെല്ലുന്നതെന്ന് കാണിക്കുന്നതാണ് ഇൻറ്റൻസിറ്റി. അതുകൊണ്ട് തന്നെ ഇവൻ്റെ യൂണിറ്റ് പറയുന്നത് വാട്ട്
പെർ മീറ്റർ സ്ക്വയർ ആണ്. വാട്ട് പെർ മീറ്റർ സ്ക്വയർ, വാട്ട് പെർ മീറ്റർ സ്ക്വയർ, W ആണ്. ഓക്കെ, വോൾട്ട് അല്ല വാട്ട്, വാട്ട് പെർ മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ ആരെ സൂചിപ്പിക്കുന്നത്, ഇൻറ്റൻസിറ്റിയെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും സിമ്പിളാണെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു ഇത് ചെയ്യാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഫേസ് ഡിഫറൻസ് അല്ലേ, ഞാൻ ഈ ഫേസ് ഡിഫറൻസിനെ പാത്ത് ഡിഫറൻസ് ആക്കുകയാണ്. പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു ഞാൻ പറയുകയാണ് λ/3. λ/3 എന്നൊരു പാത്ത് ഡിഫറൻസ് തന്നു കഴിഞ്ഞാൽ ഇവിടെ എന്നോട് അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് കുട്ടികളെ, നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് I1ഉം I2ഉം സെയിം ആണ് എങ്കിൽ ഇവിടെ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു λ/3 എന്ന് നിങ്ങളുടെ കയ്യിലോട്ട് ഞാൻ തന്നാൽ ഇവിടെ എനിക്ക് നിങ്ങൾ കണ്ടുപിടിച്ച് തരേണ്ടത് ഇൻറ്റൻസിറ്റിയാണ്. റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിച്ച് തരൂ. റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എനിക്ക് കണ്ടുപിടിച്ച് തരുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ തരും? ഇവിടെ എന്ത് തന്നിട്ടില്ല, ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്, IR = I1 + I2 + 2√I1 I2 cos φ ആണ്. പക്ഷേ ഇവിടെ നമുക്കറിയാം I1 I2 ഈക്വലാണ്. ഓക്കെ, I1 I2 ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഏത് ഇക്വേഷൻ എടുത്താൽ മതി, 4I cos square 5/2 എന്ന ഇക്വേഷൻ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ബാക്കി എല്ലാത്തിനെയും അങ്ങ് കളയാമല്ലോ. ഓക്കെ, അപ്പം I1ഉം I2ഉം ഈക്വൽ ആണെങ്കിൽ നമ്മൾക്ക് ഇക്വേഷൻ ചെയ്തെടുത്താൽ മതി. ഇവിടെ ഞാൻ ഇവിടെ റിസർവ് ആക്കി വെച്ചിട്ടുണ്ട് 4I cos square 5/2 എന്ന ഇക്വേഷൻ എടുത്താൽ മതി. ശരി, സമ്മതിച്ചു, നമ്മൾ ആ ഇക്വേഷൻ എടുത്താൽ മതി. പക്ഷേ ഇവിടെ 5 തന്നിട്ടുണ്ടോ? 5 തന്നിട്ടില്ല. 5 തന്നിട്ടുണ്ടോ? 5 തന്നിട്ടില്ല. 5 തന്നിട്ടുണ്ടോ? 5 തന്നിട്ടില്ല. 5 കണ്ടുപിടിക്കാമോ? 5 കണ്ടുപിടിക്കാമോ? 5 കണ്ടുപിടിക്കാൻ പറ്റുമോ? 5 കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താ, ഡെൽറ്റ എക്സ് തന്നിട്ടുണ്ട് അല്ലേ, ഡെൽറ്റ എക്സ് തന്നിട്ടുണ്ട്. ഡെൽറ്റ എക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി IR = when I1 = I2 = I ആണെങ്കിൽ ഡെൽറ്റ അല്ല IR = എങ്ങനെ എഴുതാം, 4I × cos square 5/2. അതാണ് നമ്മളുടെ ഏതിൻ്റെ ഇക്വേഷൻ, ഇൻറ്റൻസിറ്റി, റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഇക്വേഷൻ ഇടാം. പക്ഷേ ഇവിടെ 5 തന്നിട്ടുണ്ടോ? 5 തന്നിട്ടില്ല. പക്ഷേ ഡെൽറ്റ എക്സ് തന്നിട്ടുണ്ട്. ഡെൽറ്റ എക്സ് = λ/3 എന്ന് തന്നിട്ടുണ്ട്. പക്ഷേ ഡെൽറ്റ എക്സ് ഡെൽറ്റ എക്സ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 5യുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, 2π/λ × ഡെൽറ്റ എക്സ്. ആൻഡ് ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എക്സ് ഇൻ ദ ഇക്വേഷൻ we'll be getting the value of 5 which is λ നമുക്ക് വെട്ടിക്കളയാം. 5 = എന്ത് വരും, 2π/3 എന്ന് വരും. വാവ് മാൻ, 2π/3 എന്ന് വന്നു. 2π/3 എന്ന് പറഞ്ഞാൽ അത് എത്രയാടാ, 2π/3 എന്ന് പറഞ്ഞാൽ 2π = 360°/3 and written as 120°. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ 120° അല്ലെങ്കിൽ 2π/3 രണ്ട് പറയാം. 2π/3 റേഡിയൻ, 2π/3 റേഡിയൻ ഓർ 120° എന്ന് എഴുതാം. ഓക്കെ, ഇതിലേക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. IR = 4I × cos square 2π/3/2 അല്ലേ. അങ്ങനെ എഴുതുമ്പോൾ 4I × cos square 2π/3 അല്ലെങ്കിൽ 2π/2 × 3 എന്ന് പറയുമ്പോൾ എന്ത് വരും, 6 വരും. 2π/6 അല്ലെങ്കിൽ അല്ല ഇവിടെ തെറ്റിപ്പോയ, ഇല്ല ശരിയാണല്ലോ, എന്ത് വരും, 360/6 എന്ന് വരും. സോറി = 4I × cos square 360/6. എനിക്ക് ഇങ്ങനെ ചെയ്യുന്ന അത്ര എളുപ്പട്ടോ, അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. 360/6 എന്ന് പറഞ്ഞാൽ എത്ര വരും, 60° വരും അല്ലേ. അപ്പോൾ നമുക്ക് എത്ര വരും, ഇവിടെ 60° വരും. ദാറ്റ് മീൻസ് 4I × cos square 60. cos square 60 എന്ന് പറഞ്ഞാൽ cos 60 എത്രയാണ്, 1/2. cos 60 1/2 ആണ്. cos square 60 1/4 ആണ്. അപ്പോൾ 4I × cos square 60 which means 1/2. that is 4I × 1/4 ആണ്. ഇതും കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ എന്ത് വരും, ആൻസർ എന്ത് വരും, I തന്നെ വരും. അതായത് റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരാളുടെ ഇൻറ്റൻസിറ്റി നമുക്ക് എന്തായിട്ട് കിട്ടും, റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ആയിട്ട് കിട്ടും. when the path difference is λ/3 ആണെങ്കിൽ. ഓക്കെ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ λ/3 λ/4 ആക്കിക്കോ. ഓക്കെ, അതിന് മുന്നേ ക്വസ്റ്റ്യൻ കണ്ട് നിങ്ങൾ ആ ആൻസർ ഫുൾ ഒന്ന് എഴുതിയെടുത്തേ, ആൻസർ ഒന്ന് വൃത്തിക്ക് എഴുതിയെടുത്തേ. ആൻസർ എങ്ങനെ പറ്റും, ആംപ്ലിറ്റ്യൂഡ് സോറി ഇവിടെ ആംപ്ലിറ്റ്യൂഡ് അല്ല, ഇവിടെ ഇൻറ്റൻസിറ്റിയാണ്. ആ ക്വസ്റ്റ്യൻ മാറ്റിയപ്പോൾ ഞാൻ അത് മാറ്റാൻ മറന്നു പോയി കുട്ടികളെ, ഐ ആം സോറി. അപ്പോൾ ഇൻറ്റൻസിറ്റി = എന്താ, I1 = I2 = I ആണെന്ന് എടുത്താൽ ഡെൽറ്റ എക്സ് 5 തരുന്നില്ല. ഡെൽറ്റ എക്സ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കുന്നതെന്നാണ് ഞാനിവിടെ കാണിച്ചു തന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ എങ്ങനെ എഴുതുന്നു, IR = 4I cos square 5/2 എന്നാണ്. 5 തന്നിട്ടില്ലായിരുന്നു, പക്ഷേ 5 നമ്മൾ എവിടെ നിന്ന് കണ്ടുപിടിച്ചു, നമ്മൾ ഡെൽറ്റ എക്സിൽ നിന്ന് 5 കണ്ടുപിടിച്ചു. ആ 5നെ എടുത്ത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി കിട്ടി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ഇക്വേഷൻ, ദീസ് 2 equations are very important. You have to
അതായത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ഇക്വേഷൻസ് കാണാപ്പാടം പഠിച്ചേ സാധിക്കൂ അല്ലേ. കാണാപ്പാടം പഠിക്കണ്ട, നമുക്ക് ആ കണ്ടന്റ് അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് അതെങ്ങനെ വന്നു എന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈവൻ ഇഫ് വി ഫോർഗെറ്റ് ദ എൻറ്റയർ മീൻസ് ലൈക്ക് ദ ഇക്വേഷൻ, അത് നമുക്ക് സുഖമായിട്ട് വി ക്യാൻ ഡെഫിനറ്റ്ലി ഡിറൈവ് ഇറ്റ്, സീരീസിൽ ഡിറൈവ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഇക്വേഷൻ phi is equal to 2 pi by lambda x എന്നൊരു ഇക്വേഷൻ ദിസ് ക്യാൻ ബി ഈസിലി ഡിറൈവ്ഡ് സീരിയസ്ലി. അതായത് ആ രണ്ട് വേവിൻ്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമ്മളതിൻ്റെ പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്, ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. ഇതറിയാമെങ്കിൽ നമുക്ക് ഡെൽറ്റ എക്സിൻ്റെ ഇക്വേഷൻ എഴുതാം. പിന്നെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇക്വേഷൻ ആണെങ്കിലും ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. ഓക്കെ, സോ കുറച്ച് ഇക്വേഷൻസ് കാണാപ്പാടം പഠിക്കണം, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് രണ്ടും ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഹോംവർക്ക് ചെയ്യാൻ തരാം. യു ഹാവ് ടു ഡൂ ദിസ്. ഇത് λ/4 ആക്കുക. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു λ/4 ആക്കിയാൽ, ഓക്കെ, ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു λ/4 ആക്കിയാൽ ഇൻറ്റൻസിറ്റീസിൻ്റെ റേഷ്യോ എങ്ങനെ വരും, ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ എങ്ങനെ വരും, ഇൻറ്റൻസിറ്റിയുടെ റേഷ്യോ അല്ല, റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി എങ്ങനെ വരും, അതേപോലെ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ വരും, അത് നിങ്ങൾ കണ്ടുപിടിക്കുക. റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ആൻഡ് റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് വെൻ ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു λ/4, ദെൻ വെൻ പാത്ത് ഡിഫറൻസ് ഇസ് λ/4 ആകുമ്പോൾ എങ്ങനെയാണത് വരുന്നത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതോടെ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ നിർത്താം. അതിൽ നിന്ന് നമുക്ക് അടുത്ത ഇൻ്റർഫറൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കായി, ഏറ്റവും കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്ന, ഏറ്റവും നമുക്ക് കൺസെപ്റ്റ് അറിഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കുന്ന, നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കായ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലേക്ക്, യങ്സിൻ്റെ ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത് സുഹൃത്തുക്കളെ.